ഹലോ, എൻ്റെ പേര് രേഷ്മ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 1 എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. നമ്മളിങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോണില്ല. നമുക്ക് ഇന്നൊരു ജസ്റ്റ് ഒരു സമ്മറി എടുത്ത് നോക്കാം അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എപ്പിസോഡ് വളരെ നൈസായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പേരും എല്ലാവരും നമുക്ക് പൂർത്തീകരിച്ച് പറയാൻ പറ്റില്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നു. ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ഒരു ക്യാപ്റ്റനെ കിട്ടി. അതുപോലെ തന്നെ നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ചു അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രായം ഒരിക്കലും നമ്മുടെ ഈ ബിഗ് ബോസിനകത്ത് കളിക്കാനുള്ളൊരു ബെഞ്ച് മാർക്കല്ല. പ്രായമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഓരോ കണ്ടസ്റ്റൻസും മാത്രമാണ്. അവരുടെ ഏജോ നിറമോ ജാതിയോ ഒന്നും ഇതിനകത്തില്ല. റണ ഫാത്തിമ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ബിഗ് ബോസിന് ഒരു 50 ദിവസമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അടിപൊളിയായിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഏറ്റവും പ്രായം കൂടിയായിട്ടുള്ള ആളാണ് മുൻഷി രഞ്ജിത്ത്. പുള്ളി ആ പ്രായത്തെ വെച്ച് തന്നെ അതിനകത്തൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പുള്ളിയെ ചേട്ടാന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് അവർ ചർച്ച ആരംഭിക്കുന്നത്. ആ ചർച്ച ചെറിയൊരു വഴക്കിലോട്ട് ചെല്ലുന്നുണ്ട്. റണ ഫാത്തിമയാണ് പുള്ളിക്ക് ഓപ്പോസിറ്റായിട്ട് വല്ല കട്ടയ്ക്ക് നിന്നിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു തുടക്കമാണ് നമുക്കിന്ന് ആദ്യം തന്നെ കാണാൻ പറ്റിയത്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താ പറയുക, നമ്മുടെ ടീമിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു ക്യാപ്റ്റൻ ഉണ്ടായതാണ്. ഈ ക്യാപ്റ്റൻസി ടാസ്ക് അടിപൊളിയായിരുന്നു. സംഭവം വളരെ എളുപ്പത്തിലായിരുന്നു കൊടുത്തത്. വേറെ ഒന്നുമില്ല, കുറച്ച് ഷേവിങ് ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോം കൊണ്ടുവന്നിട്ട് ഫേസിൽ തേക്കണം. ഫേസിൽ തേക്കുമ്പോൾ ഈ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് മത്സരിക്കാൻ ഇവർക്ക് യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന കാര്യം പറയാം. അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും വന്നു. ഒരുപാട് പേരുടെ മുഖത്ത് ഫോം തേച്ചു. കുറേ പേര് ഫോം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് വരെ കണ്ടിരുന്നത് ഫോം ഇല്ലാത്ത ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് പോകും, ഫോം ഉള്ളവർ മാറിയിരിക്കേണ്ടി വരും. ഇവിടെ കുറച്ചധികം പേര് അങ്ങനെ നല്ല വൃത്തിക്ക് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 7ന്റെ പണിയുമായിട്ട് നമ്മുടെ ബിഗ് ബോസ് വരുന്നത്. വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയ ആളാണ് ഈ വീടിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയത് ആർക്കാണ്? നമ്മുടെ അനീഷ്. ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ്. ഇന്ന് എല്ലാവരെങ്കിലും നല്ലപോലെ ചൊറിഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജി പുള്ളി ഇറക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 7ന്റെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെ അകത്തോട്ട് കയറിയതാണ്. കോമണറായിട്ട് അകത്തോട്ട് കയറിയതാണ്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആര് വന്നിട്ടും, ഇപ്പോൾ അനുക്കുട്ടി വന്നാലും ശരി, മറ്റുള്ള എല്ലാവരും വന്നിട്ട് ശരി, പുള്ളിക്ക് ആരും അറിയില്ല. പുള്ളി ആ സമയത്ത് അവരെ കാണുന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് അവരെ അറിയുന്നത് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പുള്ളി ഉപയോഗിച്ച് വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു തന്ത്രം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് പുള്ളി എല്ലാവരും ഒന്ന് കയറി ചൊറിയാനും നോക്കുന്നുണ്ട്. എന്തായാലും ആ ചൊറിച്ചിലേറ്റു ഏറ്റവും കൂടുതൽ, അതായത് 7 പേരാണ് അനീഷിൻ്റെ മുഖത്ത് ഈ ഷേവിങ് ഫോം തേച്ചത്. എല്ലാവരും വളരെ വെയിറ്റിങ്ങിലായിരുന്നു. കട്ട വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തത്. അതെന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമല്ലാത്ത, കൂടെ ജീവിക്കുന്ന 7ഓളം വരുന്ന ആൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ തന്നെ ക്യാപ്റ്റൻസിയിലോട്ട് പോയി. എന്തായാലും അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റും ഇന്നത്തെ എപ്പിസോഡിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നായിട്ട് അതിന് ശേഷം നമുക്ക് പറയേണ്ടത് നോമിനേഷൻസ് നടന്നു. നോമിനേഷൻസിനകത്ത് ഇത് എന്താ പറയുക, എന്നത്തെയും പോലെ അല്ലേ, ഇത്രയും നാൾ കണ്ട സീസൺസിനകത്ത് ഈ സേഫ് ഗെയിമേഴ്സൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കും. എന്നിട്ട് ഈ മെയിനായിട്ട് കളിക്കുന്നവരാണ് മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യുക, ഈ നോമിനേഷൻ പ്രക്രിയയിൽ കൊണ്ടിടുക. പക്ഷേ ഈ തവണ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്, നല്ലപോലെ ചുരുങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ അനീഷ് ഈ ഒരു ക്യാപ്റ്റൻസിയിലോട്ട് വന്നപ്പോൾ അനീഷിന് എന്ത് പറ്റി, ഒരിക്കലും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അനീഷ് നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും 2 വോട്ടുണ്ട്, എല്ലാവർക്കും ഓരോ വോട്ട്, ഭൂരിഭാഗവും പേരും ചെയ്യാൻ നമ്മൾ അനീഷിനായിരിക്കും. അപ്പോൾ അവരുടെ ഒരു വോട്ട് വേസ്റ്റായി പോവും. ഇവിടെ ഏറ്റവും മികച്ചൊരു തന്ത്രമാണ് നമ്മുടെ ബിഗ് ബോസ് ഇറക്കിയത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് പണിപ്പുരനെ കുറിച്ച്. ശരിക്കും ഒരു അടാറ് പണിപ്പുരയിലാണ് ഇരിക്കുന്നത്. എന്താണ് ഈ അടാറ് പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിനു മുന്നുള്ള എല്ലാ സീസൺസിലും കണ്ടിട്ടുണ്ട്, എല്ലാവരുടെയും കയ്യിനകത്ത് അവരുടെ ക്ലോത്ത്സും ആക്സസറീസും ഒക്കെ ഉണ്ടാവും, എല്ലാം സെറ്റായിരിക്കും. പക്ഷെ ഇവിടെ ഇവർക്ക് ആദ്യത്തെ മറ്റേ ലോഞ്ചിങ് എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെ കുറച്ച് സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ മിക്കവർക്ക് ആക്സസറീസും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ഈ പണിപ്പുരയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക്. മറ്റൊന്നുമല്ല, ഇവർക്ക് വേണ്ട ക്ലോത്ത്സും ആക്സസറീസും ലക്ഷറി ഫുഡ്സും ഇരിക്കുന്നത് ഈ പണിപ്പുരയിലാണ്.
ലക്ഷറിയസ് ഫുഡ്സിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ സീസൺ വരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവർക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ അവരെ കളി വിൻ ചെയ്തിട്ട് എത്ര പോയിന്റ്സ് ആണോ നേടുന്നത് ആ പോയിന്റ്സിനനുസരിച്ചുള്ള പർച്ചേസ് ഇവർക്ക് നടത്താം. പർച്ചേസ് മറ്റൊന്നും ഉണ്ടാവില്ല, ബോർഡിനകത്ത് സാധനങ്ങൾ എഴുതാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം 4000 ലക്ഷറീസ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ 4000 രൂപയുടെ സാധനങ്ങൾ ഇവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അതല്ല ബിഗ് ബോസ് ചെയ്തേക്കണത്. ഇവിടെ ചെയ്തേക്കുന്നതാണ് ഈ പണിപ്പൂരനകത്ത് 2 കാര്യങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇവരുടെ ആക്സസറീസ് ആണ്, 2 ഇവരുടെ ക്ലോത്ത്സ് ആണ്, 3 ലക്ഷറി പോയിന്റ്സ് ആണ്. ഇവിടെയാണ് ബിഗ് ബോസിൻ്റെ 8ന്റെ പണി. ഇതിനകത്ത് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ബ്രൗണിനകത്താണ് നമ്മുടെ ഇവരുടെ ക്ലോത്ത്സ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീനിനകത്ത് ഇവരുടെ ആക്സസറീസ് ആണ്, കമ്മല്, മാല, പൊട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. അതുകൂടാതെ പിങ്കിനകത്ത് നമ്മുടെ ലക്ഷറി പ്രൊഡക്ട്സ് ഉണ്ട്. ലക്ഷറി പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി റേഷൻ ഉണ്ടാവും. റേഷൻ അല്ലാണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഇപ്പോൾ ഐസ്ക്രീം, മറ്റ് അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, അതൊക്കെ ഇരിക്കുന്ന ഈ ലക്ഷറി പോയിന്റ് പിങ്കിനകത്താണ്. അപ്പോൾ ഇവിടെ ഒരു ചൂസിങ് പ്രക്രിയ ഉണ്ട്. കാരണം ഇവർക്ക് എന്താണ് ആവശ്യത്തിന് വേണ്ടത് അത് ഇവർക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ആഴ്ചയിൽ 2 തവണ ഈ പരിപാടി ഉള്ളൂ. ഈ 2 തവണ ഈ പരിപാടി നടക്കുമ്പോൾ ഇവരെന്ത് കളിച്ച് എന്ത് പോയിന്റ് നേടി, അതിനിടയ്ക്ക് ഇവർക്ക് റൂൾസ് വയലേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് വരുന്നൊരു പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് ആയിരിക്കും എന്ത് ഇവർക്ക് ഇതായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്നല്ലെങ്കിൽ ആക്സസറീസ് ആയിട്ടോ ഫുഡായിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത്സ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു തീരുമാനം ഇവർ എടുക്കണം, ഏത് വേണം എന്നുള്ളത്. ഇവർക്ക് 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അല്ലേ. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ചിലപ്പോൾ ഒരു ഡ്രസ്സായിരിക്കും ഇവരുടെ കയ്യിലുണ്ടാവണത്, അല്ലെങ്കിൽ 2 ഡ്രസ്സൊക്കെ ആയിരിക്കും. ഇവർക്ക് അത് സർവൈവ് ചെയ്യാന്ന് വെച്ചാൽ നല്ല പാടുണ്ടാവായിരിക്കും. അപ്പം എന്തായാലും മിക്കവാറും എല്ലാവരും എന്ത് കൊടുക്കും, ക്ലോത്ത്സിനായിരിക്കും മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. എന്തായാലും ഈ ഒരു പണിപ്പുര അടാറ് 7ന്റെ അല്ല 8ന്റെ അല്ല 16ന്റെ പണിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ പണിപ്പുരയുടെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിലൊക്കെ കാണാം. അതിൽ തന്നെ കുറേ റൂൾസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരാൾ പ്രൊഡക്റ്റ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എടുക്കാം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും എടുക്കാം, ആർക്കുള്ള എടുത്തും കൊടുക്കാം. പക്ഷെ അത് ഇടുന്നതിന് പ്രത്യേകം ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് എടുക്കുന്നതിന് രീതികളുണ്ട്. വലിച്ചെറിയാൻ പാടില്ല, പെയറായിട്ട് എടുക്കണം, അങ്ങനെ ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം അല്ലേ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞ് കേട്ടതിൻ്റെ ഒരു അറിവ് മാത്രമേ നമുക്കിന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പണിപ്പുരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ അനീഷിനെ കുറിച്ചും രേണുസുധിനെ കുറിച്ചും ഒന്ന് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, അനീഷ് അയാളുടെ ഗെയിം ആ വീട്ടിലോട്ട് എൻ്റർ ആയപ്പോൾ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുച്ഛം സ്ഥായിഭാവമായിട്ട് പുള്ളി പിടിച്ചിട്ടുമുണ്ട്. ഒരു മിക്കവർക്കും ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ കമൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻസ് ആയിരുന്നു അനീഷിനെ ഏറെയും. പക്ഷേ ഇന്ന് പുള്ളി ഒന്ന് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അനീഷിൻ്റെ ഗെയിം ഇതാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അക്ബർ ആയാലും, അതുപോലെ തന്നെ 2-3 പേരുണ്ട്, അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ ആര്യൻ അത്രയില്ല, അബി, ഇത്രയും പേരൊക്കെ നല്ലോണം ഈ പൊളിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ റന ഫാത്തിമക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്, ഇത് പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരത്തെ എപ്പോഴും പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ അനീഷിൻ്റെ കാര്യം. അനീഷിൻ്റെ ഗെയിം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ബെസ്റ്റ് ഗെയിം കാണാൻ പറ്റും. കാരണം അനീഷാണ് മെയിനായിട്ട് ഇവിടെ കണ്ടന്റ് കൊടുത്തേക്കുന്നത്. അനീഷ് കൊടുത്ത കണ്ടന്റിൽ നിന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇത്രയും സംസാരങ്ങൾ ഉണ്ടായതൊക്കെ. ഇവിടെ നിന്ന് പാട്ടും അതുപോലെ തന്നെ മറ്റു ഗെയിമൊക്കെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈവിൽ കുറച്ച് കാണായിരുന്നു. ഇത് എല്ലാ ദിവസവും ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരേക്ക് എടുത്ത് നമുക്ക് തോട്ടിലിടാൻ തോന്നും. അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ള രേണുസുധി ഭയങ്കരമായിട്ട് ഗെയിമിലോട്ട് ഇൻവോൾവ് ആയതായിട്ട് നമുക്ക് ഓരോരുത്തും കാണാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു ഗെയിം സ്പിരിറ്റോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാർക്ക് ഇട്ടിട്ടില്ല. തുടങ്ങുന്നുണ്ട് എന്നുള്ള സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ രേണുവിന് നിന്നൊരു തലവേദന വന്നു. ഈ തലവേദനയുടെ കാര്യം രേണു നമ്മുടെ ടീം ക്യാപ്റ്റനോടും പറഞ്ഞു. ടീം ക്യാപ്റ്റൻ ഈ സെയിം സംഭവം തന്നെ ഷാനവാസിന് തലവേദനയുണ്ട്, സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടില്ല, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേണു പറഞ്ഞ കാര്യം പുള്ളി പറയുകയും ഷാനുവിൻ്റെ തലവേദന പുള്ളി മോഹവിലൊക്കെ എടുത്തില്ല, ക്യാപ്റ്റനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് എന്താ പറയുക, വിശ്വസനീയമല്ല എന്നുള്ള രീതിയിലാണ് നിന്നത്. ഈ തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം അടിയാൻ തോന്നി. കാരണം പല എന്താ പറയുക യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടു ഫേക്ക് തലവേദനയാണെന്ന്. എനിക്ക് അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ഈ സാധാരണ നമ്മളെല്ലാവരും ചായ ഒരുപാട് കുടിക്കുന്നവരായിരിക്കാം.
ഷൂട്ടൊക്കെ ഉള്ളവർ അത്യാവശ്യം നല്ലോണം ചായക്കൊക്കെ ചിലപ്പോൾ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ചായ കുടിക്കുന്നവർക്ക് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് ഈ സാധനം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തലവേദന വരും. അതുകൊണ്ട് അത് ഫേക്ക് ആണെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ റെഗുലർ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഈവൻ കട്ടനാണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ബോഡിനകത്ത് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. മേ ബി അത് ചിലപ്പോൾ ഇവർക്കാണ് ഉണ്ടായിരിക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല ഇതൊരു കള്ളത്തലവേദനയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊരു പോയിന്റാണ്. അപ്പോൾ ഈ തലവേദന അവിടെ വലിയൊരു തലവേദന ആയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഷാനവാസിൻ്റെ തലവേദന ഫേക്ക് ആണെന്ന് പറഞ്ഞതായിട്ടാണ് ബാക്കി എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് വെച്ചിട്ട് അബിയാണെങ്കിലും ശരി, അതുപോലെ പനി ശരത്താണെങ്കിലും ശരി, ബാക്കി എല്ലാവരും അക്ബറും എല്ലാം അതിനെ ഏറ്റുപിടിച്ചു. ഒരു ഭൂരിഭാഗം പേരും അനീഷിനെതിരായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് നിന്നു. നല്ല തട്ടിക്കയറലും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അനീഷ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു മസൽ പിടുത്തത്തിലൂടെ അങ്ങോട്ട് നടക്കാം. രേണുസുതി ആണെങ്കിൽ ടാബ്ലറ്റ് ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിനോട്. പുള്ളിക്കാരത്ത് തലവേദന ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം